ഹിന്ദി എന്ന ലാംഗ്വേജ് അറിയാവുന്നത് ഒരു സൂപ്പർ സ്കില്ലാന്നല്ലേ ഇപ്പൊ മനസ്സിലാക്കിയിട്ട് കുറച്ച് കാലമായി. ഞാൻ ആക്ച്വലി സൗദി അറേബ്യയിലാണ് വളർന്നത്. അപ്പൊ നമുക്ക് സൗദി അറേബ്യയിൽ പണ്ട് വളർന്നപ്പോൾ നമുക്ക് കാര്യമായിട്ട് ആക്ടിവിറ്റി ഒന്നുമില്ല, മോൾ കൾച്ചറും ഇതൊന്നുമില്ല. ബേസിക്കലി എല്ലാ കുടുംബങ്ങളും ഒത്തുചേരും, ഒന്ന് പാർക്കിൽ പോവും, അല്ലെങ്കിൽ ഒന്ന് ബീച്ചിൽ പോവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കും. പക്ഷെ എല്ലാ വീക്കിലും നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ദൂരദർശനില് രാത്രി ഒരു പടം വരും വീക്കെൻഡില്, ഹിന്ദി പടം. അമിതാഭ് ബച്ചൻ, ജിതേന്ദ്ര, ധർമ്മേന്ദ്ര ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ സൂപ്പർ സ്റ്റാർസ്. പക്ഷെ ആ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, അത് കാരണം എനിക്ക് ഹിന്ദി ഭയങ്കര ഈസിയാണ്. എനിക്ക് പെട്ടെന്ന് കോണ്ടക്സ്റ്റ് ഒക്കെ മനസ്സിലാവും. സ്കൂളിലാണെങ്കിൽ എപ്പോഴും 90% മുകളിലായിരിക്കും എനിക്ക് മാർക്ക്. പക്ഷെ എന്റെ ഫ്രണ്ട്സിനൊന്നും അത്ര കിട്ടൂല. ഇനി ഞാൻ കുറച്ച് വലുതായപ്പം എനിക്ക് അങ്കുർ വാരിക്കുവിന്റെ കണ്ടന്റോ അല്ലെങ്കിൽ അർജുൻ വൈദ്യന്റെ കണ്ടന്റോ ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ആ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റ് ആ ലാംഗ്വേജ് അറിയുന്നതിന്റെ പവർ കേട്ടോ. അത് തന്നെയാണ് നമ്മൾ ആക്ച്വലി ഇ-കോം ഷോ അത്രയും വളരാൻ സഹായിക്കുന്നത്. കാരണം അവരെ കോണ്ടന്റ്, ഇംഗ്ലീഷ് കോണ്ടന്റും ഹിന്ദി കോണ്ടന്റും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് എന്റെ ബ്രെയിനിലേക്ക് കയറും. അത് എനിക്ക് മലയാളത്തിൽ സ്പിറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ എപ്പോഴും ആലോചിക്കേണ്ടത് ലാംഗ്വേജ് വരെ ഒരു സ്കില്ലാണ്. ലേൺ ടു യൂസ് ഇറ്റ് വൈസ്ലി. നമ്മൾ ആ കൂടി 3.2 മില്യൺ ആൾക്കാരല്ലേ മലയാളികളുള്ളൂ, ഇവർക്ക് എന്ത് വിൽക്കും എന്ന് ആലോചിക്കരുത്. ഓൾവേസ് സ്റ്റാർട്ട് സൂപ്പർ നിഷ്. എവിടെയാണോ പവറിൽ അവിടെ വർക്ക് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ചാനൽ ലോഞ്ച് ചെയ്തു. പക്ഷേ we did not do that from day one. You start from your strongest area. Small market ആയിരിക്കും, പക്ഷെ it works. ആ മാർക്കറ്റിൽ നിന്ന് മെല്ലെ സ്കെയിൽ ചെയ്ത് കൊണ്ടുവരിക.